ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു പൊമ്മിയപ്പോ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് ഒറ്റക്കല്ല, എൻ്റെ ഒപ്പം ഒരാളുണ്ട്, പക്ഷെ കോപ്പറേറ്റ് ആക്കുന്നില്ല. ഓക്കെ, ആളെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആള്. ബബു ബബു ഇത് എടുക്കൂല, എടുക്കും അതാ എടുക്കും. ആരി അപ്പോൾ ബബ്ലി. ഓക്കെ, ബബ്ബു അതാ എൻ്റെ ഷോളെല്ലാം കയറി. നമ്മളെ ബബ്ബു ഉണ്ട്. നമ്മളൊക്കെ ബബ്ബുവിന് ഇപ്പോൾ 9 മാസമായി. ബബ്ബു ഞാൻ നേരത്തെ പോസ്റ്റാക്കിയ അൺബോക്സിങ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടാവും. ബബ്ബു പ്രഗ്നൻ്റ് ആയിരുന്നു. ഇപ്പോൾ ബബ്ബുവിന് 4 ബേബീസായി, മാഷാ അല്ലാ. അപ്പോൾ ബബ്ബുക്ക് ഇപ്പോൾ 9 മന്ത് ഉള്ളത്. നമ്മളോ 9 മന്ത് ആകുമ്പോൾ പ്രസവിക്കുന്നല്ലേ, ബേബിക്ക് 9 മന്ത് ആകുമ്പോൾ നമ്മൾ പ്രസവിക്കുന്നത്. ഇത് ഈൽക്ക് 9 മന്ത് ആകുമ്പോൾ ഇത് പ്രസവിച്ചത്. ഇത് കേൾക്കുന്നില്ല, ഇത് ക്യാമറ ഇസ്റ്റ് ചെയ്യല്ല. അല്ലാത്ത ടൈമിൽ നമ്മളിപ്പോൾ കളിക്കും എന്തെല്ലാക്കും. ഇപ്പോൾ നമ്മൾ ക്യാമറ ഓണാക്കി വെച്ചെങ്കിൽ വരെയില്ല വീഡിയോ. അപ്പോൾ വീഡിയോ കോളാക്കിയെങ്കിൽ എന്തോ നോക്കാനേ ശ്രമിക്കല. അപ്പോൾ അതതിൻ്റെ ഷോളെല്ലാം കയറിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജേണി എന്തായാലും ജനുവരി 3-നാണ് എനിക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ 3 മന്തിൻ്റെ ബേബി ആയിട്ടുണ്ടായത്. ഇപ്പോഴും സ്റ്റിൽ എനിക്ക് ഇത് ബേബി തന്നെ, പക്ഷേ ഈ ബേബിക്ക് 4 ബേബീസായി. അല്ലടോ അല്ലടോ അല്ലേ, നിങ്ങൾക്ക് ബേബിയായ 4 ബേബിയായ. നിങ്ങൾക്ക് എത്ര ബേബിയായി? 4 ബേബിയായ കുഞ്ഞിക്ക്. നീയേ കുഞ്ഞല്ലേ. ഇത് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞോണ്ടേ, നീ എന്നെ ബേബി, നീയേ പ്രഗ്നൻ്റ് ആയത്, ഇത്ര ബിയോന്നിനായ എന്നിട്ട്. പക്ഷെ ഇതിൻ്റെ പിന്നെ ഇത് അങ്ങനല്ലേ, പ്രോസസ്സ് അങ്ങനല്ലേ. ബബ്ബു എന്താ. അപ്പോൾ ബബ്ബു പക്ഷെ പ്രസവിച്ചത് ജൂൺ 30-ക്കാണ്. ആ ടൈമിൽ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കുറച്ച് ഇതെല്ലാമായിട്ട്. അപ്പോൾ ഇതിനെ കെയർ ആക്കാനും ഇതിനെ പാമ്പറാക്കാനും ഇതിൻ്റെ ഇപ്പോൾ അത് പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള ശേഷം അതിലേക്ക് എന്തെല്ലാം ആക്കണം അതൊന്നും ആക്കിയിട്ട. ബിക്കോസ് ഞാൻ എൻ്റെ പോലുണ്ടായത് ഇവൻ അതിന് പിരിച്ച് വെച്ചിട്ട തുണി ഉണ്ടല്ലോ, തുണി പോലും ഞാൻ വന്നതിന് ശേഷമാണ് മാറ്റി കൊടുത്തത്. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഇതുവരെ ഓവർകം ആക്കിയിട്ട, പക്ഷെ ഇൻഷാ അല്ലാ എല്ലാം ഓക്കെ ആയി വരും എന്നായെങ്കിൽ. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് അപ്പോൾ ഇതിനെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല, ബബ്ബുവിനെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല. ബബ്ബ എങ്ങനെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് നോക്കുമ്പോൾ അപ്പോൾ ഭയങ്കര കുറച്ച് സ്മെല്ലെല്ലാം വന്നിട്ടുണ്ട്. ബബ്ബു പുറത്ത് പോകാനവിടെ കരയുന്നുണ്ട്. ബബ്ബുവിൻ്റെ ബേബി ഉണ്ടല്ലേ, ബേബീൻ്റെ അടുത്തേക്ക് ഓടിപ്പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ ഡോറിൻ്റെ അടുത്ത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അവിടെ എല്ലാം മിസ്സായിട്ടുള്ളത്. ഓക്കെ, വേണ്ട, ഡോറിൻ്റെ അടുത്ത് കരയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എല്ലാം സംഭവം. ഓക്കെ, അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ 4 ബേബീസാണുള്ളത്. അപ്പോൾ കുറേ പേരിങ്ങനെ കൊടുക്കുന്നുണ്ടോ. ഇപ്പോൾ അത് ബ്രസ്റ്റ് ഫീഡിങ് ഇതാക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ എല്ലാം നമുക്ക് ഒന്നിച്ച് നോക്കാൻ കാലം എന്തായാലും അതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. അതിന് ഫുഡിന് തന്നെ നല്ല എക്സ്പെൻസ് ആകുന്നുണ്ട്. സോ അപ്പോൾ ഞാൻ വിചാരിക്കുന്ന സെയിലാക്കാമെന്ന്. ഇപ്പോൾ അല്ല, കുറച്ച് ഇതായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ അറിയിക്കാം. പിന്നെ ഇൻഷാ അല്ലാ അതിൽ ഒരു ബേബിനെ ഞാൻ ഗിവ് അവേ ആക്കാനുള്ള പ്ലാനിലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കൊടുക്കാൻ മീൻസ് ഒന്നുമില്ല. 4 ബേബീസ് ഞങ്ങൾക്ക് തന്നെ നോക്കണം, പക്ഷെ നോക്കാൻ പറ്റിയ സാഹചര്യമല്ല. അതിനോണ്ടാണ് കൊടുക്കുന്നത്. എല്ലാം കൊടുക്കില്ലായി. ഓക്കെ, ഞങ്ങൾക്ക് ഈ മദറിന് ആ ബേബീസിന് ദൂരാക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഒന്നിച്ചെടുക്കാനുള്ള ആരും അങ്ങനെ വന്നെങ്കിൽ കൊടുക്കാം, പക്ഷേ ഇല്ലെങ്കിൽ സിംഗിൾ ബേബീസായിട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ ഫാമിലിക്ക് ഞാൻ ഗീവ് അവേ ആയിട്ട് ഇത്
ഒരു ബേബീനെ തരും എന്തായെങ്കിലും. അപ്പോൾ ഇത് കുറച്ച് വലുതായിട്ട് ഇപ്പോൾ കണ്ണു പോലെ തുറന്നിട്ട് അത്രയ്ക്ക് ചെറുത്ത് നല്ല ചെറിയ ക്യൂട്ട്. ഇതെല്ലാം കാണില്ല. ഓക്കെ, ഇനി ഞാൻ മെയിനായിട്ട് ഞാനിന്ന് വന്നത് ഇതിനെ ഇതാക്കാനും കുളിപ്പിക്കാനും പിന്നെ കുളിപ്പിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് അതിൻ്റെ തുണിയെല്ലാം മാറ്റിയിട്ട് നമ്മൾ കിഡ്സിൻ്റെ അടുത്ത് വേറെ തന്നെ തുണി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് കൊടുക്കാൻ. അപ്പോൾ എന്ത് പറയണമെന്ന് അറിയില്ല. ഇത് പ്രസവിച്ചാൽ ഹാപ്പി ആവുന്ന ആ മൊമെൻറ്റിൽ ഉണ്ടായിട്ട് ഞാൻ ഓക്കെ. അപ്പോൾ എന്തായാലും അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് കാണാം. ഓക്കെ, അപ്പോൾ പോവാം. അപ്പോൾ അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഫുഡും കഴിഞ്ഞിട്ടുണ്ടായി. സോ ഞാൻ വരുമ്പോൾ ബബ്ബു ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടായി. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നല്ലോണം ഫുഡ് വേണം. അപ്പോൾ നമ്മളിങ്ങനെ മീനോ ചിക്കൻ അങ്ങനെയൊക്കെ ഇട്ടാൽ കഴിക്കും. അല്ലാത്ത നമ്മൾ നോർമലി കഴിക്കുന്നൊന്നും അത് കഴിക്കാറില്ല. പിന്നെ ഉമ്മ എന്തെങ്കിലും ഇങ്ങനെ ഇറച്ചി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കഷ്ണമാക്കിയിട്ട് ഇട്ടാൽ അത് കഴിക്കും. പക്ഷെ അതിൻ്റെ ഫുഡില്ലാത്ത ക്ഷീണം അതിൻ്റെ ബോഡിയിലുണ്ടായി. പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ടയർഡും ആയിട്ടുണ്ടായി. സോ അറ്റ് ദ സെയിം ടൈം തന്നെ ഞാൻ എന്താ ചെയ്താന്ന് വെച്ചാൽ വേഗം തന്നെ അതിൻ്റെ ഫുഡ് വാങ്ങിക്കാൻ നോക്കി. അപ്പോൾ നല്ല മഴയായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. എന്നെ നോക്കിയിട്ടാണ് അത് കരയുന്നത് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ടൗണിലേക്ക് പോയിട്ട് പെറ്റ് ഷോപ്പിലേക്കാണ് പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ അവിടെ കുറേ ഇങ്ങനെ ഫിഷ് ഉണ്ടായിരുന്നു. പിന്നെ ക്യാറ്റ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ അവിടെ ക്യാറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞാൻ വന്നിട്ട് ബേബീസിനെ നോക്കി. ബേബീസ് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് കിടക്കുന്നുണ്ടായി. ഇപ്പോൾ അതിന് നല്ല ചൂട് ആവശ്യമുണ്ട്. അപ്പോൾ ബബ്ബ ഉണ്ടെങ്കിൽ ബബ്ബിന് ബ്രസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കിടക്കും, ഇല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി പാല് കുടിക്കും. അങ്ങനെ ബബ്ബ അധികം കിടക്കാറില്ല. കിടന്നാലും പുറത്തേക്ക് വരും. കാരണം അതിനും വയ്യ ക്ഷീണിച്ചിട്ട് ഇതിന് പാല് കൊടുത്ത് അപ്പോൾ അതിൻ്റെ ചൂടില്ലെങ്കിൽ ഇതൊന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ബബ്ബിന് നല്ല ടയർഡ്നെസ് ഉണ്ടായി. അപ്പോൾ ബബ്ബ ഭയങ്കര ഹാപ്പിയായി ഞാൻ ഫുഡ് കൊണ്ടുവന്നാൽ. ബബ്ബിന് അതിൻ്റെ കവറിൻ്റെ സൗണ്ട് കേട്ടാലേ അറിയാം. അപ്പോൾ ഓടി വന്നിട്ട് ഭയങ്കര ഇതായിട്ട് പിന്നെ കുറച്ച് അധികം ഇട്ട് കൊടുത്ത് ഇത്ര ദിവസം ഉണ്ടായിട്ടല്ലേ. അപ്പോൾ നല്ലോണം കഴിച്ച് അങ്ങനെ ഞാനിതാ എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. മേലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പം മേലെയാണ് എൻ്റെ ബാത്റൂം ഉള്ളത്. അവിടെയാണ് ഇങ്ങനെ കുളിപ്പിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് എൻ്റെ റൂമിലാക്കി. എൻ്റെ റൂമും ഫുൾ മെസ്സായിട്ടാണ്. ഞാൻ കുറച്ച് ദിവസം ഉണ്ടായിട്ടാലോ, അതുകൊണ്ട് തന്നെ എൻ്റെ റൂമും ഫുള്ള് മെസ്സായിട്ടുണ്ടായി. പിന്നെ ഇത് അവിടെ ഓരോരോ പ്ലേസ് തപ്പി നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ക്യാറ്റിന് 7 times എന്താ മാറ്റം പറയുന്നില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് അതിനുള്ള പ്ലേസ് എന്തോ റെഡിയാക്കാൻ വേണ്ടിയിട്ടും തോന്നുന്നു. മക്കും മൂലമൊക്കെ തിരയുന്നുണ്ടായി. ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഉമ്മയാണ് പറഞ്ഞത് അത് ഇങ്ങനെ ബേബീസിനെ കൊണ്ടുപോകാനുള്ള പ്ലാന്. താഴെയാലും അവിടെ വേറെ റൂമിലൊക്കെ പോയിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് അതിനുള്ള പുറപ്പാടാണ്. പക്ഷെ നമ്മൾ എന്തായാലും ഉള്ളിലേക്ക് കയറ്റുമല്ല. എന്തായാലും നമ്മളിപ്പോൾ ലോക്കലായിട്ട ടൈമിൽ ഇതിന് പുറത്തൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടെല്ലാം ആവും. മുമ്പ് ഞാൻ ഇത് ഭയങ്കര ചെറുതായ ടൈമിൽ ഉള്ളിൽ തന്നെയാണ് ഉണ്ടായത്. അപ്പം ഞാനൊരു വലിയ ചട്ടിയിൽ കുറച്ച് ഇങ്ങനെ സാൻഡൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിനിങ്ങനെ പഠിപ്പിച്ചിട്ട് ട്രെയിൻ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ അതിൽ പോവേണ്ട അങ്ങനെയൊക്കെ കണ്ടില്ല. ഇതാ കബോർഡിൻ്റെ അടിക്കൊക്കെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കുഞ്ഞിനെ കൊണ്ടുവരാനുള്ള പ്ലാനിലാണെന്ന്. അപ്പോൾ ഞാൻ കുറേ വിളിച്ചിട്ട് വന്നിട്ടേ ഇല്ല. ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായി കണ്ടിന്യൂസ്ലി. പിന്നെ ഇതിനെ കുളിപ്പിക്കുന്നത് ഇഷ്ടമേ അല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതിനെ കുളിപ്പിക്കുമ്പോൾ ഇത് പോട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായി, ഫുള്ള് ഇതാക്കിയിട്ടുണ്ടായി. പിന്നെ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇതിനെ നല്ലോണം കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നത്. പിന്നെ അത് ഈ ഒരു റൂമിലേക്ക് പോകാനും ഇത് ഇതാക്കുന്നുണ്ട്. അവിടെ ക്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ
ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെ എന്നോട് ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായി. അപ്പോൾ ഫൈനലി ഇങ്ങനെ ഞാൻ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. ഇത് അത്ര വികൃതി അങ്ങനെയൊന്നുമില്ല, പാവാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളെ കയ്യിലൊക്കെ ഇങ്ങനെ എന്താണ് അതിൻ്റെ നഖത്തിൽ ഇങ്ങനെ പിടിക്കും. അപ്പം നമുക്ക് ചെറിയ വേദന എടുക്കും. അപ്പം നഖമൊന്നും കട്ട് ചെയ്തിട്ടില്ല, അതിൻ്റെ അതൊന്നും പ്രോസസ്സൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അത് വീണ്ടും ആ റൂമിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. പക്ഷെ ഞാൻ തുറന്ന് കൊടുത്തില്ല. എന്നിട്ട് ഞാൻ അതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. കുളിപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ ഇതിലേക്ക് മനസ്സിലായി, ഇത് വേഗം പുറത്തേക്ക് വരാൻ നോക്കി. എന്നിട്ട് ഞാൻ കുറച്ച് അതിൻ്റെ വാഷാക്കുന്ന ബാത്തിങ് ജെല്ലെടുത്തിട്ട് ഇത് ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിന്, പക്ഷെ നല്ല ഇപ്പോൾ തണുപ്പിൻ്റെ ടൈമല്ല, കുറച്ച് ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അതിനെ കുളിപ്പിച്ചത്. പക്ഷെ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഡോറിൻ്റെ അടുത്ത് പോയിട്ട് വീണ് നിൽക്കുന്നുണ്ടായി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് അതിനെ കൊണ്ടുവന്നത് പുറത്തേക്ക്. ബിക്കോസ് അത് കുറച്ച് സ്മെല്ല് വരുന്നുണ്ടായി. അപ്പോൾ അതൊന്ന് നീറ്റായാൽ, അല്ലെങ്കിൽ പിന്നെ ബേബീസിന് ഇൻഫെക്ഷനൊക്കെ ആവും. സോ അതിനെ കുളിപ്പിച്ചിട്ട് ഞാനിതാ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഒരു ടവലെടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പൊയിഞ്ഞാണ് കൊണ്ടുവന്നത്. അത് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായി ഇവളെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ട്. പിന്നെ ഞാൻ ഹെയർ ഡ്രയറിൽ സൗണ്ട് ഭയങ്കര പേടിയാന്ന്. അപ്പോൾ അത് സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവിടെ നിന്ന് മെല്ലെ പോയി. ഞാനത് അതിനെ ഉണക്കാനാണ് ഈ പെടാപ്പാട് പെടുന്നതെന്ന് അതിന് മനസ്സിലായില്ല. അതിന് ഇതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അത് ഓടിപ്പോയി. പിന്നെ ഞാൻ അവിടെ ഇരുത്തി അതിനെ കുറച്ച് ഇങ്ങനെ പാമ്പറൊക്കെ ചെയ്തിട്ട് പിന്നെ വീണ്ടും ഉണക്കാൻ തുടങ്ങി. അങ്ങനെ അതിന് മനസ്സിലായി ഇത് ഉപദ്രവിക്കാനൊന്നല്ല, ശരിക്കും ഇതിന് ഉണക്കാനാണെന്ന്. അങ്ങനെ പിന്നെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന്. അപ്പോൾ പഴയ പോലെ ആക്കണമല്ലോ. ഫസ്റ്റ് നമ്മൾ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയുണ്ട് അതേ ഇത് വേണം, ഡ്രൈ വേണം ഇത്. അപ്പോൾ അതിൻ്റെ വെറ്റൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഹെയർ ഡ്രയറിൽ ഞാൻ ഇതാക്കിയിട്ട് ഉണക്കി കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് അത് സെറ്റായി എൻ്റെ മടിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് നല്ല പുറത്തേക്ക് പോയിട്ട് പിന്നെ നക്കിക്കൊടുക്കുക. അതിനൊന്നും അത് ക്ലീൻ ചെയ്യുന്നു. ഞാൻ ക്ലീൻ ചെയ്യുന്നതൊന്നും അതിന് മതിയാവുന്നില്ല, അത് തന്നെ അതിനെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴ തോർന്ന ഒരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു ആ ഒരു ടൈമിൽ. ഈ മഴ ടൈമിൽ എനിക്ക് ഇതിനെ കുളിപ്പിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ സ്മെല്ലുള്ളത് കൊണ്ടാണ് കുളിപ്പിച്ചത്. പിന്നെ ഇനി എന്തെങ്കിലും ഇത് പുറത്തേക്ക് പോകുന്നതല്ല, അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ അങ്ങനെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് പിന്നെ ബേബീസിനും ബാധിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ കുളിപ്പിച്ചത്. അല്ലെങ്കിൽ ഈ മയക്ക് കുളിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് അതിൻ്റെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒന്ന് നീറ്റായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ഇതിനെന്തായാലും നീറ്റ് ചെയ്തുകൊണ്ടുണ്ടാവും. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിൽ ഞാനും നീറ്റ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വരുമ്പോൾ അതിൻ്റെ തുണിയിലൊക്കെ ബ്ലീഡിങ് ആയിട്ട് ബ്ലഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം അതിനൊക്കെ മാറ്റി കൊടുത്തിട്ട് അവിടെ വേറെ ക്ലോത്ത് പിരിച്ചു കൊടുത്ത്. അപ്പോൾ ഇപ്പം അതും ബേബീസും ഹാപ്പിയാണ്. അവിടെ നേരെ കിടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ ബേബീസ് ചേർത്തല്ല, അതുകൊണ്ട് തന്നെ കൂടുതൽ കെയർ കൊടുക്കുന്നുണ്ട്. എന്നാലും ഇതിനേക്കാളും ആ ബേബീസിന് ഞങ്ങൾ കെയർ കൊടുക്കുന്നില്ല. എന്താണെന്നറിയില്ല, ഇത് കുറച്ചും കൂടി നമ്മളുടെ ഹാർട്ടിൽ അറ്റാച്ചായി. സോ അപ്പോൾ നമുക്ക് ഇതിനെ ഒരു വലിയ ഇതൊരു ഉമ്മയായി അങ്ങനൊരു തോന്നലില്ല, ഒരു മധുരായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഇത് കയറുന്നില്ല. ഇത് തന്നെ നമുക്കൊരു ചെറുതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പം അൽഹംദുലില്ലാ എല്ലാം കൊണ്ട് ഓക്കെ ആയി. ഇതിൻ്റെ ഫുഡും കൊണ്ടുവന്നപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം എനിക്ക് ഭയങ്കര അത് തന്നെ ടെൻഷനായിരുന്നു. പിന്നെ ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് ക്യാറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ. പിന്നെ ഇൻഷാ അല്ലാഹ്
ഫോർ ബേബീസിന് സെയിൽ ചെയ്യുന്ന പ്ലാനിലുണ്ട്. ഇപ്പം അല്ല, അതൊക്കെ കണ്ണൊക്കെ തുറന്ന് കുറച്ച് ബ്രസ്റ്റ് ഫീഡിങ് ഇതാകുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ല ഞാൻ എന്തായാലും കൊടുക്കും. അങ്ങനെ ഇത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഓടി വന്നിട്ട് വേഗം തന്നെ അതിൻ്റെ ബേബീസിൻ്റെ അടുത്തേക്കാണ് പോയത്. അത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയായി. കാരണം ഇതൊരു മുമ്പ് പറഞ്ഞാലും നമ്മൾ ഇതിന് ഒരു പാമ്പർ, അപ്പം നമ്മൾ ഇതൊരു ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം ഇതിനറിയാം ഈ ഫോർ ബേബീസ് ഇത് ഈ ഒരു മെത്തേഡാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു പ്രോസസ്സ് എന്തായാലും കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഇത് നമ്മൾ ചിലപ്പോൾ ഇതിന് ചെറുതായിട്ട് കാണുന്നുണ്ടാവാം, നമുക്കങ്ങനെ ഒരു അത്ഭുതത്തോടെ നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇത് ആ ബേബീസിന് കെയർ ചെയ്യുന്ന കാണുന്നതും അതിനൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ ക്യാറ്റും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ ഇത് ചെയ്യുമ്പോൾ എന്തോ നമുക്കൊരു സ്പെഷ്യലാണ്. ഇതിന് ഭയങ്കര ചെറുതായിട്ട് കാണുന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. മാഷാഅല്ലാ, കണ്ടില്ലേ, 4 ബേബീസ് ഉണ്ട്, നല്ല ക്യൂട്ടായിട്ട്. ഒന്നിൻ്റെ മേലെ ഇങ്ങനെ പോകുന്നുണ്ട്, ഇത് സെപ്പറേറ്റ് ഇങ്ങനെ ആവുന്നില്ല. അപ്പം അത് കാണുമ്പോൾ ഇനി കൊടുക്കുമ്പോഴൊക്കെ എനിക്ക് ചിലപ്പോൾ നല്ലോണം വിഷമാവും. അപ്പോൾ ഈ 4 ബേബീസിൻ്റെ കളർ വന്നാൽ ഒന്ന് പ്യൂർ ബ്ലാക്കാണ്, പിന്നെ ബ്ലാക്കും വൈറ്റും മിക്സാണ്, പിന്നെ 2 ഓറഞ്ചും വൈറ്റും മിക്സാണ്. ഈ ഓറഞ്ച് വൈറ്റ് ഇതിൻ്റെ ഫാദർ ഇവിടേക്ക് ഇടയ്ക്ക് വരാറുണ്ട്, ബാക്കി 2ൻ്റെയും വരാറുണ്ടോ എന്നറിയില്ല. അങ്ങനെയല്ല, 4-ഉം 2 സെയിം കളറാണ്, പിന്നെ 2 ഡിഫറെൻ്റ്, ഒന്ന് പ്യുവർ ബ്ലാക്കും പിന്നെ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റും ആണ്. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്, അത് ഓരോന്ന് ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ കണ്ണു പോലും തുറന്നിട്ട, അപ്പോൾ അത് എന്തായാലും പാല് കുടിക്കാൻ എങ്ങനെയൊക്കെ ഇങ്ങനെ തേടി പോകും അതിൻ്റെ മദറിൻ്റെ അടുത്ത്. അപ്പോൾ ഇതാണ് പബ്ലിൻ്റെ വിശേഷങ്ങളൊക്കെ. പബ്ലിൻ്റെ ശരിക്കുള്ള ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഓരോരോ വീഡിയോ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെക്കാം, എന്നിട്ട് ഇങ്ങനെ വലിയ വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം. പക്ഷെ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാ കാറ്റും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടുന്ന് എനിക്കിപ്പോൾ പോകാനേ തോന്നില്ല, ഇതുള്ളത് കൊണ്ട് എനിക്കെന്തോ ഭയങ്കര ഒരു പേടിയാണ് ഇതിനെ വിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, കാറ്റിനെ ഒറ്റയ്ക്കാക്കിയിട്ട് അടിച്ച് പോകും. പിന്നെ എനിക്ക് മനസ്സിലായി, കാരണം ഇത് അവിടെ ഉണ്ടായാലും ഇതെന്തായാലും പാല് കുടിച്ചുകൊണ്ട് തന്നെ ഉണ്ടാവും. ബേബീസിന് എത്ര കുടിച്ചാലും മതിയാവില്ല, അതിനായാലും കൊടുത്ത് ക്ഷീണിച്ചിട്ടുണ്ട്. സോ അപ്പോൾ അതിൻ്റെ ടൈം ആകുമ്പോൾ അത് വരും, പോട്ടെ സാരില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെയും അതിൻ്റെ മോമിനെ മദറിനെ തേടുന്നുണ്ടായി.
അപ്പോൾ എന്ന് വെച്ചാൽ ബപ്പനെ കുളിപ്പിച്ചിട്ട് ഫുള്ള് ഇതാക്കി ഡ്രയറിൽ അതിന് ഉണക്കിയിട്ടെടുത്ത് ഇപ്പോൾ ഞമ്മ തല വയറ്റി കൊടുത്തിന്, തലല്ല സോറി, അതിൻ്റെ സ്കിന്നെല്ലാം വാരിയിട്ട് കൊടുത്തിനതാ, സ്മൂത്തായിട്ടുണ്ട്. അപ്പോൾ ബബ് മെഞ്ഞായി, ബബ് പ്രസവിച്ചിട്ട് മെഞ്ഞായി. അപ്പോൾ ഇതിനെല്ലാം സെറ്റാക്കിയിട്ട് എടുക്കാനുണ്ട്. ബബിന് 4 ബേബിഷായി, 4 ബേബിഷ്, 4 ബേബിയായി കുഞ്ഞിക്ക്. നീ എന്നെ കുഞ്ഞ്, നിനക്ക് 4 ബേബി ആയതാ. ബബു നോക്കല, ബബുക്ക് 4 ബേബി. സോറി ബബുന് ഇങ്ങനെ ഓക്കെ ഓക്കെ ബബുന് ഇന്നത്തെ വിശേഷമെല്ലാം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ ഇതന്നെ, പക്ഷെ എനിക്ക് ഭയങ്കര ബേജാറുണ്ടായി. എന്തില്ലെങ്കിൽ ഇത് പ്രസവിച്ചിട്ടാകുമ്പോൾ ഹാപ്പി ആവാനും കഴിഞ്ഞിട്ടാ, കാണാൻ വരാനും കഴിഞ്ഞിട്ടാ. അപ്പോൾ അങ്ങനത്തെ എല്ലാം സംഭവം. പിന്നെ ഓരോ സാഹചര്യമല്ലേ, ഇപ്പോൾ ഒരാളെ ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോരോ സാഹചര്യത്തിൽ ഓരോരോ പ്രോസസ്സ് അത്ര തന്നെ, അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇപ്പം അതിൻ്റെ 4 ബേബീസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ, നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ബേബീസ്. അപ്പോൾ ഇത് പ്രസവിച്ചെന്നെ എങ്ങനെ ആയിട്ടാണൊക്കെ അറിയാലോ, ഇത് ഭയങ്കര ചെറുത്, എനിക്കെന്തായെങ്കിലും ഭയങ്കര ചെറുതായിട്ട് കാണാനായി. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നിട്ട് അമ്മന്നെ ഫസ്റ്റ് ബേബീസിനെല്ലാം നോക്കി, ഈനെ നോക്കിയിട്ടാണ് ഞാൻ ഇതിനെ പാമ്പർ ആക്കിയത്. എനിക്ക് ഇത് ബേബി ആയിട്ട് ഞങ്ങൾക്ക് ആ ഒരു ബേബീസ് ഇതാന്നില്ല. ഞാൻ ഇതിനെ നീ ചേർത്തലും നീ പറ്റോ പ്രസവിച്ച അങ്ങനെല്ലാം കേട്ടിട്ട് ഇതിനെ ഇറിറ്റേറ്റ് ആയിക്കോണേ. പാപ്പയിലേക്ക് ഫുഡ് ഉണ്ടായിട്ടാ, ഫുഡ് കാലിയായിട്ടുണ്ടായി. അങ്ങനെ ഞാൻ ഫുഡ് കൊണ്ടുവന്നതിലേക്ക് പിന്നെ ഹാപ്പിയായി. ഫുഡ് ഇല്ലാഞ്ഞിട്ട് ഭയങ്കര സാഡിലുണ്ടായി. എൻ്റെ ഫേസ് നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നത്, ഞാൻ ഫുഡ് കൊടുക്കലുണ്ടല്ലേ, അപ്പോൾ എൻ്റെ ഫേസ് നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു ബേജാറ്. അപ്പോൾ ഞാൻ എന്നെ പോയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പം അഡ്മിറ്റുണ്ട് നേരുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്നെ പോയിട്ട് കൊണ്ടുവന്നത് അതിലേക്ക് ഫുഡെല്ലാം. ഇപ്പോൾ ഇത് ഭയങ്കര ഹാപ്പി. അതിൻ്റെ കവറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അത് ഓടിയിട്ട് വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കും ഫുഡ് കൊടുക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ ബേബിൻ്റെ അടുത്തൊക്കെ വരുന്ന ബേബി നിങ്ങൾ പിടിച്ചിട്ടെല്ലാം കിടക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആകുന്നു, ഭയങ്കര ഇമോഷണലാണ്, ഭയങ്കര ഒരു എനിക്കറിയാലോ. നിങ്ങൾ വിചാരിക്കുന്നത് ഒരു പൂച്ചക്ക് വേണ്ടിയിട്ട് പോയെന്ന് ഇങ്ങനെ ആക്കുന്നുണ്ട്, പക്ഷെ ഇമോഷണലി അത് കണക്ട് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഒരു ഹ്യൂമൻസ് എന്നിട്ടല്ല ഒരു അതിനെ കാട്ടി വേണമെങ്കിൽ നമുക്ക് സ്നേഹിക്കാനും കഴിയും. അപ്പോൾ ബബുക്ക് എന്ത് ചെല്ലാണുള്ള, എന്നെ പറ്റിയിട്ട് എന്തെങ്കിലും ചെല്ല് 2 വാക്ക്. ബബുക്ക് അതിൻ്റെ ബേബീസിൻ്റെ അടുത്തൊക്കെ പോകാനുള്ള ടൈമായി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതാക്കുന്നത്. ഓക്കെ, നമുക്ക് പോവാൻ അവിടെ കിടക്കാം അല്ലേ. അപ്പോൾ അത്ര തന്നെ ഇന്നത്തെ വീഡിയോ. വെറുതെ ഇതിനെ മിസ്സാക്കുന്നില്ല. ഇപ്പോൾ ഇതിന് താഴെയാണ് ഇതാക്കിയിട്ടുള്ളത്, ഒരു ബോക്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിനെ ഞാൻ കൊണ്ടുപോയിട്ട് അവിടെ കിടത്തുന്ന. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഓരോരോ വീഡിയോസായിട്ട് ഞാൻ വരും. ഓക്കെ, നമുക്ക് ഇപ്പം എന്ത് സംസാരിക്കണേ അങ്ങനെ എന്താ അറിയാലോ, എന്ത് നിങ്ങളടുത്ത് ഷെയർ ആക്കണ്ടേ. ഇപ്പം ഞാൻ എന്തെല്ലാം പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, അത്ര തന്നെ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.